പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ കുടുംബവും കോൺഗ്രസ്സിന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഇത്രയും കാലം നമ്മൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വിശ്വസിച്ച് പോന്നിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ കൂടുതലായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മാറ്റം അനിവാര്യമാണ് നമ്മുടെ നാട്ടിൽ. കാരണം എന്നെ ഏറ്റവും കൂടുതൽ മാറി ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും പോയിക്കോട്ടെ, എൻ്റെ വളരെ അങ്ങേയറ്റം വിശ്വാസമായ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഞങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ വലിയൊരു വിശ്വാസമായിരുന്ന ശബരിമല ഒരു ചോദ്യചിഹ്നമായി ഒരുപാട് കാലങ്ങളായിട്ട് വലിച്ചഴക്കപ്പെടുന്നു. അതിന് പുറകിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നു. അത് നശിപ്പിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു മനോഭാവത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ശബരിമല എനിക്ക് സേവ് ചെയ്യണം. അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഹിന്ദു ഓരോ ദിവസവും ഇവിടെ ഒരു ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഞാനൊരിക്കലും മറ്റുള്ള മതക്കാരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് എല്ലാ മതക്കാരോടും ബഹുമാനം മാത്രമേ ഉള്ളൂ. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിച്ച ഒരു മതമാണ് എൻ്റെ മതമല്ല, ഒരു ഹിന്ദു വിശ്വാസിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ഭരണമായാലും നമുക്ക് സപ്പോർട്ടായി, ഹിന്ദുവിന് സപ്പോർട്ടായിട്ട് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു മാറ്റം ഇവിടെ അനിവാര്യമാണ്. വീണ്ടും കേന്ദ്രത്തിൽ മോദിജി ഭരിക്കണം, മോദിജി തന്നെ വരണം എന്ന് ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും വർഷം ഇടത് വലത് മാറി 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 ഭരിച്ച നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും നടന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പമുള്ള ഹിന്ദു സമൂഹം മാറി ചിന്തിക്കാനും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പറയുകയാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും ഇവിടെ ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഒരു BJP ഭരണം, ഒരു മാറ്റം ഞാനും ആഗ്രഹിക്കുന്നു. കേരളത്തിൽ എല്ലാവരും മോദിജിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാണ്, കേരളത്തിലെ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ സ്പെഷ്യലായിട്ട് പത്തനംതിട്ടയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ നമ്മുടെ കെ സുരേന്ദ്രൻജിക്ക് എല്ലാവരുടെയും വോട്ട് അങ്ങേർക്ക് കൊടുത്തിട്ട് ശബരിമല രക്ഷകനായിട്ട് അദ്ദേഹത്തെ എല്ലാവരും നോക്കിക്കാണുന്നു, ഞാനും നോക്കിക്കാണുന്നു. അപ്പോൾ കെ സുരേന്ദ്രൻജിക്ക്, പത്തനംതിട്ടയിലെ നമ്മുടെ പുലിക്ക് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന്